ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഹിന്ദി ക്ലാസ് 7 CBSE വസന്ത് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 ചാപ്റ്റർ 1ന്റെ പേര് ഹം പങ്ക്ചി ഉന്മുക്ത് ഗഗൻ കെ എന്ന ചാപ്റ്ററുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ചാപ്റ്റർ എഴുതിയത് ശിവമംഗൾ സിംഗ് സുമനാണ് ഈ ചാപ്റ്റർ എഴുതിയത്. സോ നമുക്ക് ഈ ചാപ്റ്ററിലോട്ട് പോകാം. അപ്പൊ നമുക്ക് ഈ ചാപ്റ്റർ അതിൽ ഒന്ന് വായിക്കാം. हम पंखी उन्मुक्त गगन के पिजर बंद न गा पाएंगे, कनक तालियों से टकराकर पुलकित पंख टूट जाएंगे. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ അർത്ഥമായിട്ട് തുടങ്ങാം. ഹം പങ്കി, ഹം എന്ന് വെച്ചാൽ വി ഓൾ, പങ്കി മീൻസ് ബേർഡ്സ്, ഉന്മുക്ത മീൻസ് ഫ്രീഡം, ഗഗൻ മീൻസ് സ്കൈ. ഇതിൻ്റെ അർത്ഥം എന്താക്കുന്നതെന്ന് വെച്ചാൽ അത് ഞാൻ ലാസ്റ്റ് എല്ലാം കൂടി പറയാം. പിസർ ബന്ദ് ഇൻ കേജ്, പായേഗെ കാൻ സിംഗ്, ടഗരാക്കർ ബ്രേക്ക്ഡ്, പങ്ക് വിങ്സ്. സോ അപ്പോൾ നമുക്ക് ഈ ഇതെല്ലാത്തിൻ്റെയും 4 വരിൻ്റെ 4 സെൻറ്റൻസിൻ്റെ അർത്ഥം നമുക്കൊന്ന് പറയാം. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ബേർഡ്സിനാണ് ബേർഡ്സിന് ആകാശത്താണ് കൂടുതൽ ഫ്രീഡം എന്നാണ് ഇതിൽ പറയുന്നത്. ഈ ബേർഡ്സ് കൂട്ടിലായിരിക്കുമ്പോൾ പിസർ ബന്ധന പായകെ, ബേർഡ്സ് കൂട്ടിലായിരിക്കുമ്പോൾ ബേർഡ്സിന് നന്നായിട്ട് പാടാൻ, ആകാശത്ത് ഫ്രീഡം ഉള്ളപ്പോൾ പാടുന്ന പോലെ പാടാൻ കഴിയുന്നില്ല. കാരണം കനക താലിയും സെ ടകരാക്കർ പുൽകിത് പങ്ക് ടൂട്ട് ജായേഗെ, സ്വർണ്ണക്കൂടിൻ്റെ കമ്പികൾ തട്ടിയിട്ട് ഈ മൃദുലമായ സോഫ്റ്റായ ഈ പക്ഷിയുടെ വിങ്സ്, ചിറക് തട്ടി ആ ചിറക് മുറിയുന്നു, അത് ഒടിഞ്ഞു പോകുന്നു. അതുകൊണ്ട് തന്നെ ആ വേദന കാരണം ആ കിളിക്ക് ആ ആകാശത്ത് ഫ്രീഡമായി പാടുന്ന പോലെ ഈ കൂട്ടിൽ നിന്ന് പാടാൻ സാധിക്കുന്നില്ല എന്നാണ് ഈ 4 വരിയായിട്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാരഗ്രാഫിൻ്റെ അർത്ഥം നോക്കാം. ഹം ബഹദ ജൽ പീനെ വാലേ मर जाएंगे भूखे प्यासे, कहीं बली है कटुक निबौरी, कनक कटोरी की मैदा से. ഇനി ഇതിൻ്റെ ഓരോ വേർഡിലായുള്ള അർത്ഥം നമുക്ക് നോക്കാം. ബഹദ ജൽ ഫ്ലോയിങ് വാട്ടർ, പീനെ വാലെ ഡ്രിങ്ക്സ് കുടിക്കുക, ഭൂക്കെ പ്യാസെ ഹംഗ്രി വിശക്കുക, കടുക് നിബൗരി ഫ്രൂട്ട്സ്, നിബൗരി മീൻസ് ഫ്രൂട്ട്, കടുക് നിബൗരിയാണ് കയ്പുള്ള ഫ്രൂട്ട്സ്, കനക് ഖട്ടോരി ഗോൾഡൻ ബൗൾസ്, മൈദ ഫുഡ്സ്. ഇനി ഇതിൻ്റെ ടോട്ടൽ അർത്ഥം നമുക്കൊന്ന് നോക്കാം. ഹം ബഹദ ജൽ പീനെ വാലെ മേരെ ജൗങ്കെ ഭൂക്ക് പ്യാസെ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ കിളിക്ക് ദാഹിക്കുമ്പോൾ, ഈ ആകാശത്ത് പറന്നു കിടക്കുന്ന കിളിക്ക് ദാഹിക്കുമ്പോൾ ഈ കിളി ഫ്ലോയിങ് വാട്ടർ എന്ന് വെച്ചാൽ അരുവിയോ നദിയിലെങ്ങാൻ പോയിട്ടാണ് ആ കിളി ഡ്രിങ്ക്സ് ചെയ്യുക എന്നാണ് ഈ ഫസ്റ്റ് ലൈൻ്റെ അർത്ഥം. പിന്നെ മർ ജായെങ്കെ ഭൂക്കെ പ്യാസെ, ആ കിളി വിശക്കുമ്പോൾ കബി ബലി കെ കട്ടുക് നിഭൗരി, ആ കിളി വിശക്കുമ്പോൾ ആ കിളി ചെടികളിൽ നിന്നോ മരത്തിൽ നിന്നോ ഫ്രൂട്ട്സ് എടുക്കും. ചില സമയത്ത് ആ ചില ഫ്രൂട്ട്സ് കയ്പുള്ളതുമായിരിക്കും. പക്ഷേ കനക് കട്ടോരിക്ക് മൈദാസ്, ആ കൂട്ടിലുള്ള കിളിക്ക് ഗോൾഡൻ ബൗൾസിൽ ഫുഡ് നൽകുന്നുണ്ട്, കയ്പുള്ളതല്ല, നല്ല ഫുഡ്. പക്ഷേ ആ കിളി പറയുന്നത് ആ ഗോൾഡൻ ബൗൾസ് നൽകുന്ന ആ ഫുഡിനെക്കാട്ടും ആ കിളിക്ക് ഇഷ്ടം ആ കയ്പുള്ള ഫ്രൂട്ട്സ് തന്നെയാണ്, ആ നദിയിൽ കിട്ടുന്ന വെള്ളം തന്നെയാണെന്നാണ് ആ കിളി പറയുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. അപ്പം നമുക്ക് അതിൻ്റെ 3rd പാരഗ്രാഫിൻ്റെ അർത്ഥം നോക്കാം. സ്വർണ്ണ ശൃംഖല മേ ബന്ധൻ മേ അപ്നി ഗതി ഉഡാൻ സബ് ഭൂലെ, बस सपनों में देख रहे हैं तरु की फूंगी पर के ढूंढे. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ നമുക്കിതിൻ്റെ അർത്ഥം നോക്കാം. സ്വർണ്ണ ശൃംഖല, നമുക്ക് അതിൻ്റെ മുന്നേ നമുക്ക് ഈ വരി ഒന്നുകൂടി ഒന്ന് വായിക്കാം. स्वर्ण श्रृंखला के बंधन में अपनी गति उठान सब भूले, बस स्वप्नों में देखे रहे हैं तरु की
पर खजूली. ഇതിന്റെ അർത്ഥം നമുക്ക് ഓരോ വേർഡ്സിലെ അർത്ഥം നോക്കാം. സ്വർണ്ണ ശൃംഖല മീൻസ് ഗോൾഡൻ ചെയിൻ ഓർ ഗോൾഡൻ കേജ്. ബന്ധ മീൻസ് ബന്ധിക്കപ്പെടുക. ഗതി വേ. ഉഡാൻ സബ് ഭൂലെ ഫോർഗോട്ട്. സ്വപ്നം ഡ്രീംസ്. ജൂലെ വിൻഡ്. ഇനി ഇതിന്റെ ടോട്ടൽ അർത്ഥം നമുക്ക് നോക്കാം. സ്വർണ്ണ ശൃംഖല മേ ബന്ധൻ മേ അപ്പനി ഗതി ഉഡാൻ സബ് ഭൂലെ. സ്വർണ്ണ ശൃംഖലയിൽ സ്വർണ്ണക്കൂടിൽ ബന്ധിക്കപ്പെട്ടത് കാരണം ഈ കിളിക്ക് ആ കിളി ഇഷ്ടപ്പെട്ട വഴികളെല്ലാം മറന്നുപോയിരിക്കുന്നു. ആ കിളി ഓർക്കുന്നത് എന്തൊക്കെയാന്ന് വെച്ചാൽ ആ കിളി ഓരോ മരത്തിൽ പോയിരിക്കുമ്പോൾ ഓരോ ഇളം കാറ്റടിക്കുമ്പോൾ മരച്ചില്ല് കാണുന്നത് കൂടെ തന്നെ ഊഞ്ഞാല് പോലെ ആ കിളിക്ക് മാടാൻ പറ്റുന്നുണ്ട്. ആ കിളിക്ക് ഇതൊക്കെ ഒരു സ്വപ്നം മാത്രമായിട്ടാണ് ഇനി നൽകി കിട്ടുകയുള്ളൂ എന്ന് ആലോചിച്ച് കിളി സങ്കടപ്പെടുന്നുണ്ട് എന്നാണ് ഈ വരികളുടെ അർത്ഥമാക്കുന്നത്. എടുത്തില്ല, നോക്കട്ടെ. ऐसे दे अरमान की उड़ते नीले नभ की सीमा पाने लाल किरण की चोंच गोल ചുകുത്തെ തർക്ക് അനാർഖെ ധാനെ. ഓരോ വേർഡ്സിന്റെ അർത്ഥമായിട്ട് നമുക്ക് നോക്കാം. അർമാൻ ഹാപ്പിനെസ്. നീലേ നബ് ബ്ലൂ സ്കൈ. സീമ അതിര്. ചോഞ്ച് ബീക്ക്. ലാൽ റെഡ്. അനാർഖെ ദാൻ പൊമഗ്രാനറ്റ് സീഡ് അല്ലെങ്കിൽ അനാറിൻ്റെ സീഡ്. ഇനി നമുക്കിതിൻ്റെ ടോട്ടൽ അർത്ഥം മീനിങ് ഒന്ന് നോക്കാം. ഐസേ ദേ അർമാക്കി ഉടുത്തെ. ആ കിളിക്ക് സന്തോഷമായിരിക്കുന്നത് ഈ നീല സ്കൈ നീല സ്കൈ ഭൂമിയിലൂടെ അതിരില്ലാതെ പറക്കുന്നത് ആ കിളിക്ക് വളരെ സന്തോഷമായിരുന്നു. ലാൽ ചുവന്ന കിരണങ്ങൾ പോലെയുള്ള ചുവന്ന കിളിയുടെ കൊമ്പ് മീൻസ് ചുണ്ട്. ആ ചുണ്ട് തുറന്നിട്ട് നക്ഷത്രം പോലെയുള്ള അനാറിൻ്റെ സീഡ് കഴിക്കുന്നതാണ് ഈ കിളിക്ക് ഈ കൂട്ടിലിരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ഇഷ്ടമെന്നാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത്. അടുത്തതായി അപ്പോൾ നമുക്ക് ഈ ലൈൻസ് ഒന്ന് വായിച്ചു നോക്കാം. होती सीमा ही क्षितिज से इन पंखों की होड़ा होड़ी यह तो क्षितिज मिलन बन जाता यह തൻതി സംസോ കി ഠോരി. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ അർത്ഥമായിട്ടൊന്ന് നോക്കാം. സീമാഹിത് അതിരില്ലാതെ. ക്ഷിജിത് ഭൂമി. തൻതി സംസോ കി ഠോരി ദ ബേർഡ് വിൽ ഡൈ. ഇനി ഇതിൻ്റെ ടോട്ടൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഈ അതിരില്ലാത്ത ഭൂമിയിൽ കിളിക്ക് പറക്കണം. ഈ ഭൂമിയുടെ അറ്റം വരെ കിളി പറന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില സമയം ഈ കിളി മരിച്ചു പോയേക്കാം. പക്ഷേ ഈ കിളിക്ക് ഈ സ്വർണ്ണക്കൂട്ടിൽ ജീവിക്കുന്നതിനെക്കാട്ടും ഈ ഭൂമിയുടെ അറ്റത്തേക്ക് പോകുമ്പോൾ സംഭവിക്കുന്ന മരണമാണ് ഈ കിളിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത ലൈൻ ഒന്ന് നോക്കാം. സോ നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. नीड न दो चाहो टहनी का आश्रय चिन्ह भिन्न कर टोलो लेकिन पंख दिया है तो आगल उड़न में विघ्न न ठालो. ഓരോ മീനിങ് ആയിട്ട് നമുക്ക് നോക്കാം. നീഡ് മീൻസ് നെസ്റ്റ്. ആശ്രയ് മീൻസ് നമ്മൾ ഡിപ്പെൻഡൻറ്റ്. പങ്ക് മീൻസ് വിങ്സ്. വിഘ്ന മീൻസ് തടസ്സം. ആഗൽ മീൻസ് പ്രോബ്ലംസ്. ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം നമുക്ക് നോക്കാം. നീടുന്നതോ എൻ്റെ കൂട് നിങ്ങൾ തകർത്തോളൂ. ആ കിളി പറയാണ് എൻ്റെ കൂട് നിങ്ങൾ തകർത്തോളൂ. എൻ്റെ ആശ്രയമായ മരങ്ങളെ നിങ്ങൾ തകർത്തോളൂ. പക്ഷേ എനിക്ക് ചിറകില്ലിടത്തോളം കാലം ഞാൻ ആകാശത്ത് പറന്നു നടക്കുന്നത് നിങ്ങൾക്ക് വിഘ്നം വരുത്താൻ സാധിക്കില്ല എന്നാണ് കിളി ഇവിടെ പറയുന്നത്. ഇതോടെ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതിനായിട്ട് ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു.